ഒരു നേഴ്സിന് ആഫ്റ്റർ രജിസ്ട്രേഷൻ കിട്ടി. അതിനുശേഷം ഉം. എന്താണ് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ വേണ്ടി ചെയ്യേണ്ടത്? പ്രീ രജിസ്ട്രേഷൻ കിട്ടുമ്പോൾ തന്നെ അവർ ഓസ്ട്രേലിയയിൽ അവർ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് RN ആയിട്ട് വർക്ക് ചെയ്യാനുള്ള എലിജിബിലിറ്റി, ബേസിക് എലിജിബിലിറ്റി അവർക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നീട് രണ്ടാമത് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അവർ സ്കിൽ സെലക്ട് മൈഗ്രേഷൻ പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിൽ എൻ്റർ ആവണമെന്നില്ലേ ആദ്യം അവർ ചെയ്യേണ്ടത് സ്കിൽസ് അസസ്മെന്റ് ചെയ്യണം. പ്രീ രജിസ്ട്രേഷൻ കിട്ടിയാൽ നോർമലി അവർക്ക് സ്കിൽസ് അസസ്മെന്റ് ചെയ്യുന്നതിന് സാങ്കേതിക തടസ്സമില്ല. ഒപ്പം അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കോർ വാലിഡ് ആയിട്ട് നിർത്തുക. അത് കുറവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോമ്പീറ്റന്റ് ലെവലോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ അത് പ്രൊഫഷൻ ലെവലിൽ ആക്കുവാൻ ശ്രമിക്കുക. ഹൈ പ്രൊഫഷൻ ലെവൽ സ്കോർ ഉള്ളവരാണെങ്കിൽ അത് സുപ്പീരിയർ ലെവലിലോട്ട് മാറ്റുവാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പോയിന്റ് സ്കിൽ സെലക്ട് മൈഗ്രേഷനിൽ നിങ്ങളുടെ പോയിന്റ് അഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഇമ്പാക്റ്റ് വരും, പോസിറ്റീവ് ഇമ്പാക്റ്റ് വരും. പിന്നെ അതിനോടൊപ്പം സൈമൾട്ടേനിയസ് ആയിട്ട് എംപ്ലോയർ സ്പോൺസർഷിപ്പിന് നെറ്റ്വർക്കിങ്ങിലൂടെയും അല്ലാതെ ഓസ്ട്രേലിയൻ എംപ്ലോയ്മെന്റ് ജോബ് സൈറ്റുകളിലൂടെ, സ്ഥാപനങ്ങളിലൂടെ, പിന്നെ നിങ്ങളുടെ ബന്ധുക്കളോ സ്വന്തക്കാരോ ഞാൻ സൂചിപ്പിച്ച നെറ്റ്വർക്കിങ്ങിൽപ്പെട്ടവരോ ഒക്കെ തരുന്ന ഇൻഫർമേഷന്റെ ബേസിസിൽ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് അവരുമായിട്ട് ഒരു നടത്തുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പണിങ്സ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എംപ്ലോയർ സ്പോൺസർഷിപ്പിൽ 482 വിസ ആയാൽ പോലും അത്തരത്തിലുള്ള വിസയോ മറ്റോ കിട്ടുകയാണെങ്കിൽ പോലും നിങ്ങൾ ഓസ്ട്രേലിയയിൽ എത്തുക. അതിനോടൊപ്പം ഈ സ്കിൽ സെലക്ട് മൈഗ്രേഷൻ പ്രോഗ്രസ് തടസ്സം കൂടാതെ നടക്കുകയും ചെയ്യും. ഒരു അൺഇൻട്രപ്റ്റഡ് ആയിട്ട് തന്നെ ആ പ്രോസസ്സ് നടക്കുകയും ചെയ്യും. അതായത് ഈ 482 വിസയിൽ അവരിപ്പോൾ ഒരു വർക്ക് വിസയിൽ ഓസ്ട്രേലിയയിൽ പോയാലും അവിടെ ചെന്നിട്ടും അവർക്കൊരു എംപ്ലോയർ PR നോമിനേറ്റ് ചെയ്യുന്നില്ലാത്തടത്തോളം കാലം അവർ ഈ സ്കിൽ സെലക്ട് പ്രോഗ്രാമിലൂടെ തന്നെയാണ് പോകേണ്ടത്. സ്കിൽ സെലക്ട് മൈഗ്രേഷൻ മാത്രമേ അവർക്ക് എംപ്ലോയർ സ്പോൺസർഷിപ്പിൽ പെർമനന്റ് വിസ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ സ്കിൽ സെലക്ട് മൈഗ്രേഷനോ അതല്ല എന്നുണ്ടെങ്കിൽ പാർട്ണർ വിസ മാത്രമേ ഓപ്ഷൻ ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ അവർക്ക് പോയിന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇൻഡിപെൻഡന്റ് സ്കിൽഡ് മൈഗ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആരെയും പേടിക്കാതെ അവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് തന്നെ അവർക്ക് ഇഷ്ടമുള്ള എംപ്ലോയറുടെ വേണമെങ്കിൽ ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുന്നതിനും ബുദ്ധിമുട്ട് വരും. ഏറ്റവും ഒടുവിലുള്ള ഒരു തമ്പ് ഓഫ് റൂൾ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്, ഒരു മൈഗ്രേഷൻ ലോയറിനും ഒരു മൈഗ്രേഷൻ ഏജന്റിനും ഗ്യാരണ്ടീഡ് വിസ കൊടുക്കുവാൻ കഴിയില്ല. അത് പാർട്ട് ഓഫ് സ്കാം. ജോബ് ഓഫറും ഒരു മൈഗ്രേഷൻ ഏജന്റിനും മൈഗ്രേഷൻ ലോയർക്കും കൊടുക്കാൻ കഴിയില്ല. ആകെ കൊടുക്കാൻ കഴിയുന്നത് അവരുടെ ഫേമിലോട്ടോ അല്ലെങ്കിൽ അവരുടെ മൈഗ്രേഷൻ ഏജന്റിന്റെ ഫേമിലോട്ട് എന്തെങ്കിലും ജോലിക്ക് കൊടുക്കാം എന്നുള്ളതല്ലാതെ വേറൊരാൾക്കും വേണ്ടിയും അങ്ങനെ ഒന്നും കൊടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അൺലെസ് ദേ ആർ ആതറൈസ്ഡ് ബൈ ദ ഗവൺമെന്റ് ആസ് എ റിക്രൂട്ടർ. സ്റ്റിൽ റിക്രൂട്ടറിനും ഇതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ കൊടുക്കാൻ സാധിക്കുമോ? ഒരു എംപ്ലോയർക്കല്ല ഇത് കൊടുക്കാൻ സാധിക്കുമോ? അല്ല, റിക്രൂട്ടർ ആതറൈസ് ചെയ്യുകയും റിക്രൂട്ട്മെന്റ് ഏജൻസി മുഖാന്തരം ഏതെങ്കിലും ഒരു എംപ്ലോയർ പരസ്യം ചെയ്യുകയും ആ പരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രോപ്പർ അതിന്റെ ഒരു പ്രൊസീജിയർ അനുസരിച്ചും പ്രോപ്പർ വേയിലും ഇന്റർവ്യൂ നടക്കുകയും വെറ്റിംഗ് പ്രോസസ്സ് നടക്കുകയും അതിനുശേഷം നോമിനേഷൻ ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അംഗീകൃത ഓതറൈസ്ഡ് അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള റിക്രൂട്ടേഴ്സ് ആണെങ്കിൽ, റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ആണെങ്കിൽ അവർക്ക് മറ്റുള്ള എംപ്ലോയേഴ്സിന് വേണ്ടി ചെയ്യാൻ പറ്റും, അവരെ ഓതറൈസ് ചെയ്യുകയാണെങ്കിൽ. അല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എംപ്ലോയേഴ്സ് നേരിട്ട് തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. അല്ലാതെ ഏതെങ്കിലും മൈഗ്രേഷൻ ഏജന്റോ ഏതെങ്കിലും ലോയേഴ്സിനോ ജോബ് ഓഫർ ലെറ്റർ കൊടുക്കാൻ കഴിയില്ല. ജോബ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ എംപ്ലോയർ ക്ലയന്റുകൾക്ക് ഏതെങ്കിലും പൊസിഷനിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മൈഗ്രേഷൻ ഏജന്റിനോ അല്ലെങ്കിൽ മൈഗ്രേഷൻ ലോയർ റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസിനോ അവർക്ക് വേണമെങ്കിൽ അവർക്ക് പരസ്യങ്ങൾ ചെയ്യാം. പക്ഷെ അവർക്ക് അന്തിമ പ്രോസസ്സിൽ ഇതിന്റെ ഇന്റർവ്യൂ അതിനുശേഷമുള്ള ഫൈനൽ സ്റ്റേജിലുള്ള പ്രോസസ്സിൽ കൊടുക്കുന്ന ഓഫർ ലെറ്റർ കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ക്യാഷ് വാങ്ങിക്കൊണ്ട് വിസ ഇൻ അഡ്വാൻസ് ചെയ്യാനോ അത്തരത്തിലുള്ള പ്രോസസ്സുകളൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അത് പ്യുവർലി സ്കാം ആയിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ. ഇത് ഒരിക്കലും ഒരു പ്രോപ്പർ ഇന്റർവ്യൂയോ ഇല്ലെങ്കിൽ ഒരു ആഫ്റ്റർ രജിസ്ട്രേഷൻ കിട്ടുന്നതിന് മുന്നെയോ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് ഒരു ജോബ് ഗ്യാരണ്ടി കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത്. അതായത് ഒരു പ്രോപ്പർ ഇന്റർവ്യൂ കഴിയുക, എംപ്ലോയർ ആ ഒരു ജോബ് ഓഫർ കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ടൊരു ഗ്യാരണ്ടി ഒരു ഏജൻസി കൊടുക്കാൻ, ഒരു മൈഗ്രേഷൻ ഏജന്റിനും ഒരു മൈഗ്രേഷൻ ലോയർക്ക് ഗ്യാരണ്ടീഡ് വിസ ഔട്ട്കം കൊടുക്കാൻ കഴിയില്ല.